എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മളെ മിസ് ചെയ്യിക്കാനായിട്ടുള്ള 5 ട്രിക്സുകളാണ് പറയാൻ പോകുന്നത്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ട്രിക്സുകൾ തന്നെയാണ്. പക്ഷേ 100% സത്യസന്ധവും ആത്മാർത്ഥവും വിശ്വസ്തതയുമുള്ള വിവേകപൂർണ്ണമായിട്ടുള്ള സ്നേഹബന്ധങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള ട്രിക്സുകളൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. വെറും ബാലിശമായിട്ടുള്ള ഇഷ്ടങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള ട്രിക്സുകളൊക്കെ ഉപയോഗിച്ചാൽ അത് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുക. ഒരു വ്യക്തിക്ക് നമ്മളോടുള്ള സ്നേഹം തിരിച്ചറിയണമെങ്കിലും നമ്മളുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിൽ അയാളും നമ്മളെപ്പോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങണമെങ്കിലും ആ ഒരു സ്നേഹബന്ധത്തിൽ ആഴപ്പെടണമെങ്കിലും നമ്മളുമായിട്ടുള്ള ഒരു ജീവിതം ആ വ്യക്തി ആഗ്രഹിക്കണമെങ്കിലും ഒക്കെ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ആ വ്യക്തിയിൽ നമ്മളെക്കുറിച്ചുള്ള ഒരു മിസ്സിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ഒരു വ്യക്തി മിസ്സ് ചെയ്തില്ലെങ്കിൽ അവർ നമ്മളെ ഒരിക്കലും സ്നേഹിക്കത്തില്ല എന്നുള്ളതാണ്. നമ്മളെ അവർ മിസ്സ് ചെയ്യുമ്പോൾ മാത്രമാണ് അവർ നമ്മളെ സ്നേഹിക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തരാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഒന്നാമത്തെ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ട്രിക്കാണ്. ചില വീഡിയോസിൽ ഞാനത് പറഞ്ഞിട്ടുമുണ്ട്, എങ്കിലും എല്ലാവരും അത് കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ തന്നെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ വീട്ടിൽ നമ്മൾ മറന്നു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ നമ്മളൊന്നും അറിയാത്ത പോലെ അവിടെ മറന്നു വെച്ചിട്ട് പോരുക. വിലപിടിപ്പുള്ള ഒരു വസ്തുക്കൾ നമ്മൾ മറന്നു വെക്കണമെന്നില്ല. ഇപ്പോൾ പുരുഷന്മാർക്കാണെങ്കിൽ അവരുടെ വല്ല 100-500 രൂപയുടെ വാച്ചുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ വാച്ചോ അതോ അല്ലെങ്കിൽ കയ്യിലിടുന്ന വല്ല ബാൻഡോ അങ്ങനെ എന്ത് വേണമെങ്കിലും അവർക്ക് മറന്നു വെക്കാം. ഇനി സ്ത്രീകൾക്കാണെങ്കിലോ വല്ല കുപ്പിവളയോ അല്ലെങ്കിൽ അവരുടെ ഹെയർ ബാൻഡോ അല്ലെങ്കിൽ ഒരു ചെറിയ പേഴ്സോ എന്ത് വേണമെങ്കിലും മറന്നു വെക്കാം. അപ്പോൾ അങ്ങനെ മറന്നു വെച്ച് കഴിയുമ്പോൾ ഒരുപക്ഷേ ഈ വ്യക്തി ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങളെ വിളിച്ചു പറഞ്ഞേക്കാം, ഇത് നിങ്ങളുടെ ഒരു സാധനം ഇവിടെ മറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് അത് കുഴപ്പമില്ല, ഞാൻ പിന്നെ എടുത്തോളാം, അല്ലാതെ അവിടെ ഇരുന്നോട്ടെ എന്ന് പറയുക. പിന്നീട് ഒരിക്കലും അവർ നിങ്ങളെ ഇത് എടുത്തുകൊണ്ട് പോകാൻ നിർബന്ധിക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അവർ ഈ ഒരു വസ്തു കാണുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കും എന്നുള്ളതാണ്. അങ്ങനെ ഓർക്കുമ്പോൾ നിങ്ങളെ അവർ മിസ് ചെയ്യാൻ തുടങ്ങും. കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വസ്തു ഇങ്ങനെ കാണുമ്പോൾ നിങ്ങളുടെ തന്നെ ഒരു പേഴ്സണൽ സാന്നിധ്യം അവർക്ക് അവിടെ ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. ചില ഭാര്യമാരൊക്കെ പലപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യമാണിത്. അതായത് തങ്ങളുടെ ഭർത്താവ് വിദേശത്തൊക്കെ ആയിരിക്കാം ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ ഭർത്താവിൻ്റെ ഷർട്ട് കാണുമ്പോഴായിരിക്കാം അദ്ദേഹത്തെ മിസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഷർട്ട് എടുത്ത് വെച്ച് അതും നോക്കിയിരിക്കും, അല്ലെങ്കിൽ ഈ ഷർട്ടൊന്ന് ഇട്ട് നോക്കും, അല്ലെങ്കിൽ ആ ഷർട്ട് എടുത്ത് വെച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അവർ ആ ഒരു ഷർട്ടും ചേർത്ത് പിടിച്ച് കിടന്ന് ഉറങ്ങും. അങ്ങനെ ആ ഒരു ഷർട്ട് കാണുമ്പോൾ അവർക്ക് ആ ഭർത്താവിനെ വളരെയധികം മിസ് ചെയ്യും എന്നുള്ളതാണ്. ഇനി ചില ഭാര്യമാർക്ക് പല അവസരങ്ങളിലും സ്വന്തം വീട്ടിൽ പോയി കുറച്ച് മാസങ്ങളൊക്കെ നിൽക്കേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ഭർത്താക്കന്മാരും ഇതുപോലെ തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ സ്വന്തം ഭാര്യ ഉപയോഗിച്ചിരുന്ന അവരുടെ പേഴ്സൊക്കെ എടുത്തൊന്ന് നോക്കും, അല്ലെങ്കിൽ ബാഗൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് അവളെ ഓർമ്മ വരും. അപ്പോൾ അവളെ വല്ലാണ്ട് മിസ് ചെയ്യും. എന്തൊക്കെയാണെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മളിൽ നിന്ന് ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു പേഴ്സണൽ വസ്തു അവർ കാണുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നമ്മളെ മിസ് ചെയ്യും. കാരണം ആ ഒരു പേഴ്സണൽ വസ്തുവിലൂടെ നിങ്ങളുടെ തന്നെ റിയൽ സാന്നിധ്യം അവർക്ക് അവിടെ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അത് അവരിൽ ഒരു മിസ്സിങ് ഫീൽ ഉളവാക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ 1-2 ദിവസത്തേക്ക് ഒന്ന് അപ്രത്യക്ഷരാകുക എന്നുള്ളതാണ്. അതായത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് പ്രത്യേകിച്ച് കോൺടാക്റ്റ് ഒന്നും പാടില്ല. അവരെ വിളിക്കാനോ സംസാരിക്കാനോ കാണാനോ ഒന്നും പാടില്ല. അവർക്ക് നമ്മളെവിടെ പോയി എന്ന് പിടികിട്ടാത്ത ഒരവസ്ഥ 1-2 ദിവസത്തേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവരിലൊരു വലിയ മിസ്സിങ് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന ഒരു യുവാവും ഒരു യുവതിയും. അപ്പോൾ അവരിങ്ങനെ പരിചയപ്പെട്ടത് പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ ഫോൺ വിളിക്കും. അപ്പോൾ അങ്ങനെ 1 മാസം എല്ലാ ദിവസവും അവരിങ്ങനെ വിളിക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ മിസ്സിങ് ഒന്നും തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഒരു ദിവസം ഈ യുവാവിൻ്റെ കോളുമില്ല, അവൻ്റെ കോൺടാക്റ്റും ഇല്ല, അവൻ്റെ മെസ്സേജും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഒരു ദിവസത്തേക്കായ യുവതിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നിയില്ല. പക്ഷേ രണ്ടാമത്തെ ദിവസം എന്തൊക്കെയോ ഒരു പന്തികേട് വന്നിട്ട് ഇങ്ങനെ വിളിക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് അവർക്ക് ഒരു വെപ്രാളം തോന്നും, അല്ലെങ്കിൽ അവളുടെ മനസ്സ് പിടയാൻ തുടങ്ങും, അവനെ ഇങ്ങനെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് പലപ്പോഴും നമുക്ക് ഒരാളോട് സ്നേഹമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പോലും അവരുടെ അസാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുമ്പോഴാണ്. അപ്പോൾ അവരുടെ അസാന്നിധ്യത്തിലാണ് നമുക്ക് അവരെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അല്ലാതെ അവരെപ്പോഴും അവരുടെ സാന്നിധ്യം 24 മണിക്കൂർ നമുക്ക് തന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവരെ മിസ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ ഒരാളെ നമുക്ക് മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരിക്കലും ആ ഒരു സ്നേഹബന്ധത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരാളെ എനിക്ക് നഷ്ടപ്പെട്ടാലത്തെ അവസ്ഥ ഇതാണ്, എനിക്ക് ആ ഒരു വിഷമം ഉണ്ടാവും, എൻ്റെ ചങ്കുപടയും, എനിക്ക് വേദനിക്കും എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അവർ ഈ ഒരു വ്യക്തി നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഈ ഒരു സ്നേഹബന്ധത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ അവർ സ്നേഹിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ നമ്മൾ 24 hours അങ്ങനെ അവൈലബിൾ ആയി കഴിയുമ്പോഴത്തേക്കും അവർക്ക് പിന്നെ നമ്മളോടുള്ള താല്പര്യം കുറഞ്ഞു വരികയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് അപ്രത്യക്ഷരാകണം. എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് ഈ നോ കോൺടാക്ട് റൂൾ ഒന്നും കയറ്റി അപ്ലൈ ചെയ്തേക്കില്ല. അതുകൊണ്ട് ഈ ഒരു നോ കോൺടാക്ട് റൂൾ എടുത്ത് വെറുതെ അങ്ങ് ഉപയോഗിക്കും. തോന്നുമ്പോഴൊക്കെ ചിലപ്പോൾ ഒരു 2 ആഴ്ചത്തേക്ക് എടുത്തങ്ങ് ഉപയോഗിച്ചെന്നിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ അവർ നിങ്ങളെ ആദ്യമേ ചിലപ്പോൾ മിസ് ചെയ്യും. പക്ഷേ അവരെന്ത് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളെ കിട്ടുന്നില്ലെങ്കിൽ അവസാനം എന്ത് ചെയ്യും, അവർ നിങ്ങളെ അങ്ങ് മറക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വെളുക്കാൻ തേച്ച പാണ്ടാവും. പിന്നെ നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും അവർ തിരിച്ചു വരത്തില്ല. കാരണം അവരുടെ മനസ്സിൽ നിങ്ങൾ അവരെ ഹർട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവർ നിങ്ങളെ ഇട്ടിട്ട് പോകും. അതുകൊണ്ട് ലോങ് ടൈമിലേക്കൊന്നും അങ്ങനെയൊന്നും നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയൊക്കെ നല്ല പണി കിട്ടും. ഇതൊക്കെ ഒരു ബാലൻസിങ് ആയിട്ടുള്ള പോകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് മിസ്സായാൽ പിന്നെ അതിൻ്റെ കൂടെ പകരം ആ ഒരു സ്നേഹവും കെയറും ഒക്കെ നമ്മൾ അടുത്ത പ്രാവശ്യം ഇവർക്കത് കൊടുത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ബാലൻസ് ചെയ്യണം. ഇനി മൂന്നാമതായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ നന്നായി ചിരിപ്പിക്കുക എന്നുള്ളതാണ്.
ചിരി എപ്പോഴും ഒരു ഔഷധമാണ്. ആരാണോ നമ്മളെ ചിരിപ്പിക്കുന്നത് അവരോട് നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടം തോന്നും. അതിപ്പോൾ എല്ലാ ദിവസവും നമ്മളെ ചിരിപ്പിക്കുന്നു, എല്ലാ ദിവസവും നമ്മളെ ഇങ്ങനെ റിലാക്സ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് നമ്മുടെ ബ്രെയിനിൽ വല്ലാത്ത ഒരു അടുപ്പവും അറ്റാച്ച്മെൻറ്റും ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം എല്ലാ മനുഷ്യരും എപ്പോഴും സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ചിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, പ്രത്യേകിച്ച് ഇന്ന് ഒരുപാട് ടെൻഷൻ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ആ ഒരു ചിരിപ്പിക്കുന്ന വ്യക്തിയെ നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അലിയിച്ച് കളയുന്ന ഒരു വ്യക്തി, അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ പോലും ഈ ഒരു തമാശ പറഞ്ഞ് നമ്മളെ ചിരിപ്പിച്ച് ലഘൂകരിച്ച് തരുന്നൊരു വ്യക്തി. അപ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ എനിക്ക് തമാശ പറയാനുള്ള കഴിവില്ലല്ലോ. ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. തമാശ പറയാനുള്ള കഴിവല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഒരു ഹ്യൂമർ സെൻസ് മാത്രമാണ്. അപ്പോൾ നമ്മൾ പ്രേമലു എന്ന് പറഞ്ഞ സിനിമയെ കണ്ടില്ലേ, അവിടെ ആദി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ ഗേൾ ഫ്രണ്ടിനെ ഇമ്പ്രസ് ചെയ്യിക്കാനായിട്ട് കുറേ തമാശകളൊക്കെ പഠിച്ചു വെച്ചിട്ട് അത് പറയുന്നു. പക്ഷേ അത് കേൾക്കുമ്പോൾ അവർക്ക് ചിരി വരുന്നില്ല, പുച്ഛമാണ് വരുന്നത്. എന്നാൽ നമ്മുടെ നസ്ലിൻ്റെ ക്യാരക്ടർ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വളരെ നോർമലായിട്ടുള്ള രീതിയിൽ അവൻ്റെ ചില ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ അവൻ വെറുതെ പറയുമ്പോൾ അത് കേട്ടിട്ട് ആ പെൺകുട്ടികൾ പൊട്ടിച്ചിരിക്കുന്നു. അപ്പോൾ അതായത് നമ്മളിങ്ങനെ പ്രൊഫഷണൽ തമാശ പറയുന്നവരൊന്നും ആവണ്ട, നമ്മുടെ തന്നെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു അനുഭവങ്ങൾ, കാര്യങ്ങൾ അതൊക്കെ ഇച്ചിരി തമാശ കലർത്തി അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത് കേൾക്കുന്നവർക്ക് ചിരി വരും. അപ്പോൾ ഇങ്ങനെ ചിരിപ്പിക്കുന്ന വ്യക്തിയുടെ അസാന്നിധ്യം അവരിൽ എപ്പോഴും ഒരു മിസ്സിങ് ഉണ്ടാക്കും. കാരണം അവർ തനിച്ച് വീട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്കൊരു വേദന വരുമ്പോൾ, വിഷമം വരുമ്പോൾ ആദ്യമേ നിങ്ങളെ ആയിരിക്കും ഓർക്കുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യും. അയ്യോ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കുറേ കൂടെ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയേനെ, അല്ലെങ്കിൽ എന്നാൽ എനിക്കിപ്പോൾ മെൻ്റലി കുറച്ച് റിലാക്സേഷൻ കിട്ടിയേനെ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കുറച്ച് ലഘൂകരിക്കാമായിരുന്നു, അപ്പോൾ നിങ്ങൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുകയും നിങ്ങളെ അവർ മിസ് ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇനി നാലാമതായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിക്ക് നമ്മൾ സർപ്രൈസിങ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ജന്മദിനത്തിലോ അല്ലെങ്കിൽ വിശേഷപ്പെട്ട ദിവസങ്ങളിലോ മാത്രമല്ല, നമുക്കല്ലാതെ തന്നെ സർപ്രൈസസ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. ഗിഫ്റ്റ് കിട്ടുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പുരുഷന്മാർക്കും ഒരുപാട് ഇഷ്ടമാണ് ഈ ഗിഫ്റ്റ് കിട്ടുന്നത്. സ്ത്രീകളും ധരിച്ചു വെച്ചിരിക്കുന്ന പുരുഷന്മാരാരും ഗിഫ്റ്റ് കൊടുത്താൽ മേടിക്കത്തില്ല, അല്ലെങ്കിൽ അവർക്കത് ഇഷ്ടമില്ല എന്നാണ്. അങ്ങനെയല്ല, പുരുഷന്മാർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഗിഫ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു പെൺകുട്ടി താൻ സ്നേഹിക്കുന്ന ഒരു പുരുഷനൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതിപ്പോൾ ഒരു ടീഷർട്ട് ആണെങ്കിൽ പോലും അവനത് ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ചു വെക്കും. അവനിപ്പോൾ 5 തുള വീണാലും അവനത് അഭിമാനത്തോടെ ഇട്ടുകൊണ്ട് നടക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇനി സ്ത്രീകളാണെങ്കിലും താൻ സ്നേഹിക്കുന്ന ആ പുരുഷൻ കൊടുക്കുന്ന ആ ഒരു ഗിഫ്റ്റ് അവരത് എപ്പോഴും സൂക്ഷിച്ചു വെക്കും, അത് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഭാര്യ പോലും ഭർത്താവ് നൽകുന്ന ആ ഒരു ഗിഫ്റ്റ് വളരെ പ്രിയപ്പെട്ടതായിട്ട് കണ്ട് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് പറഞ്ഞില്ലേ, നമ്മൾ നമ്മുടെ ചില പേഴ്സണൽ വസ്തുക്കളൊക്കെ മറന്നു വെച്ചാൽ പോലും നമ്മളെ അവർ ഓർമ്മിക്കും. അതായത് അവിടെ ഒരു ബ്രെയിനിൽ ഒരു അസോസിയേറ്റീവ് മെമ്മറി എന്ന് പറഞ്ഞൊരു സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വസ്തുവും നമ്മളുമായിട്ട് ഈ ബ്രെയിൻ കണക്ട് ചെയ്യും. ഈ വ്യക്തി ഉപയോഗിച്ചിരുന്ന വസ്തുവാണിത് എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു സമ്മാനം കൊടുക്കുമ്പോഴും ഇതുപോലെ തന്നെ ഒരു അസോസിയേറ്റീവ് മെമ്മറിയോടെ വർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ ആ വ്യക്തിക്ക് സമ്മാനം കൊടുക്കുമ്പോൾ ആ വ്യക്തി അത് സൂക്ഷിച്ചു വെക്കും. പിന്നീട് ആ സമ്മാനം കാണുമ്പോഴും ഇത് ഇന്ന വ്യക്തി തന്നതാണല്ലോ, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി തന്നതാണല്ലോ എന്നവർ ഓർക്കും. അപ്പോൾ ആ സമ്മാനം കാണുമ്പോഴൊക്കെ അവർ നമ്മളെ തന്നെ ഓർക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഗിഫ്റ്റ് കാണുമ്പോഴൊക്കെ ഇവർ നമ്മളെ മിസ് ചെയ്യും എന്നുള്ളതാണ്. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് വളരെ മധുരതരമായിട്ടുള്ള ഓർമ്മകൾ സമ്മാനിക്കുക എന്നുള്ളതാണ്. അതായത് ആ വ്യക്തി നമ്മളോട് കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഓരോ സമയവും അയാൾക്ക് വളരെ സ്വർഗത്തിലായിരിക്കുന്ന ഒരു അനുഭവം നമ്മൾ കൊടുക്കണം. കാരണം അത്രയ്ക്ക് മനോഹരമായിരിക്കണം നമ്മുടെ കൂട്ടത്തിൽ സ്പെൻഡ് ചെയ്യുന്ന ഓരോ നിമിഷവും. നമുക്കെപ്പോഴാണ് പലപ്പോഴും മധുരകരമായിട്ടുള്ള ഓർമ്മകളൊക്കെ കിട്ടുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സാധിച്ച് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നിറവേറ്റി കിട്ടുമ്പോഴാണ് അതൊക്കെ നമുക്ക് പ്രിയപ്പെട്ട സമയമായിട്ട് നമ്മൾ ഓർത്തു വെക്കും. ഇങ്ങനെ നല്ല മധുരതരമായിട്ടുള്ള ഓർമ്മകളൊക്കെ സമ്മാനിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് ഇതുവരെ പോയിട്ടില്ലാത്ത അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാം. അപ്പോൾ അവിടെ ചെന്നിട്ട് ആ സ്ഥലമൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിൽ ഒരു പ്രത്യേക ഇമ്പാക്റ്റ് ഉണ്ടാക്കും, പ്രത്യേക ഒരു ഫീലിംഗ് ഉണ്ടാക്കും. നമ്മുടെ ബ്രെയിൻ അതൊക്കെ രേഖപ്പെടുത്തി വെക്കും. പുതിയൊരു സ്ഥലത്ത് വന്നിരിക്കുന്നു, ഇന്ന വ്യക്തിയാണ് എന്നെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ കമ്പനിയോട് കൂടിയാണ് ഞാൻ വന്നത്, ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇതൊക്കെ മെമ്മറിയിൽ നമ്മൾ ആക്കി വെക്കും. പിന്നീട് നമ്മൾ തനിച്ചിരിക്കുമ്പോൾ ഈ ഒരു വളരെ രസകരമായിട്ടുള്ള ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. ആ ഒരു സ്ഥലവും ആ ഒരു പ്രകൃതിയും അവിടെ നമുക്കുണ്ടായ പോസിറ്റീവ് ഫീലിങ്സ് എല്ലാം ഓർമ്മ വരും. അപ്പോൾ അങ്ങനെ ഓർമ്മ വരുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ വ്യക്തിയെ നമ്മൾക്ക് ഓർമ്മ വരും. അപ്പോൾ നമുക്ക് അവരെ മിസ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. ഇനി വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്തെടുത്ത 100% ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടി അവൈലബിൾ ആണ്. അത് ആവശ്യമുള്ളവരൊക്കെ വേഗം തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക.